ഓർത്തെടുക്കാൻ പാടായിരിക്കും. ഞാൻ രാവിലെ കണ്ടു തുടങ്ങിയ റീൽ ഏതാന്ന് ചോദിച്ചാൽ എപ്പോ ഒരു ബുദ്ധിമുട്ടായിരിക്കില്ലേ. പക്ഷെ രാവിലെ വായിച്ചു തുടങ്ങിയ ഒരു പുസ്തകം ചോദിച്ചാൽ ഓർമ്മ അത്രത്തോളം നമ്മൾ പിടിച്ചിരുത്തിയിട്ടുണ്ടാവും. അപ്പൊ എന്തുകൊണ്ടാണ് സ്ക്രോളിങ്ങിന്റെ കാലത്ത്, വീഡിയോസിന്റെ കാലത്ത്, സിനിമകളുടെ കാലത്ത് എന്തിനാണ് വായിക്കുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം ഒരിക്കലും മനുഷ്യൻ ഇത്രത്തോളം സ്വകാര്യമായിട്ടുള്ള ഒരു മാനസിക പ്രക്രിയ കണ്ടുപിടിച്ചിട്ടില്ല. ഇത്രത്തോളം ഒരു റെവല്യൂഷൻ ഉണ്ടാക്കുന്ന, ഇത്രത്തോളം വിപ്ലവം സൃഷ്ടിക്കുന്ന ഒരു മാനസിക പ്രക്രിയ മനുഷ്യൻ എത്ര ചിന്തിച്ചിട്ടും, ഗെയിമിങ് വന്നിട്ടും ടൈപ്പിംഗ് വന്നിട്ടും സിനിമ കണ്ടിട്ടും ഒക്കെ ഈ വായന തരുന്ന ഒരു നമ്മുടെ മാനസിക ലോകം, ഭാവനാ ലോകം എന്നുള്ളത് മറ്റൊന്നിനും തരാൻ പറ്റുന്നില്ല. ശരിക്കും പറഞ്ഞാൽ പല സിനിമകളുടെയും അഡാപ്റ്റേഷൻ വരാറുണ്ട്. അപ്പൊ ഈ അഡാപ്റ്റേഷൻസ് കാണാനായിട്ട് പലർക്കും പേടിയാണ്. ഇപ്പൊ തന്നെ അറിയാം, ആടുജീവിതം എന്നുള്ള പുസ്തകം, ബെന്യാമിന്റെ ആടുജീവിതം ഒരുപാട് പേരെ കരയിച്ച, ഒരുപാട് പേര് അതിന് പിറകെ പോയി. നജീബിന്റെ ലോകം എന്ന് പറയുന്നത് നിങ്ങളുടെ എല്ലാം ലോകമായി, നിങ്ങളുടെ എല്ലാം വിഷമമായി, ഇയാൾ എന്തെങ്കിലും രക്ഷപ്പെടുമോ എന്നുള്ള ഒരു ആന്തരിക മരുഭൂമിയിലൂടെ നടന്ന ഓരോ വായനക്കാരും, എന്റെ മുമ്പിൽ ഇരുന്നവരൊക്കെ ഒരുപക്ഷെ ആ ഒരു വെപ്രാളത്തിൽ അത് വായിച്ചിട്ടുണ്ടാകും. പക്ഷെ വളരെ മികച്ച നടനായിട്ടുള്ള പൃഥ്വിരാജിന്റെ അഭിനയത്തിൽ വളരെ